മലയാളികൾ തിങ്ങി താമസിക്കുന്ന അബ്ബാസിയെ കേന്ദ്രീകരിച്ച് പുലർച്ചെ 1 മണിയോടെയാണ് സുരക്ഷാ പരിശോധന ആരംഭിച്ചത്. സർവ്വസന്നാഹങ്ങളുമായി എത്തിയ പോലീസ് സേനയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സുലൈമാൻ ഫഹദ് അൽ ഫഹദ്, അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിമാരായ മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അലി, മേജർ ജനറൽ ജമാൽ അൽ സായിഖ് എന്നിവർ നേതൃത്വം നൽകി. മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ 4015 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇക്കൂട്ടത്തിൽ നിരവധി മലയാളികളുമുണ്ടെന്നാണ് സൂചന. ക്രിമിനൽ കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട് 13 പേരും ഒളിച്ചോട്ടം സംബന്ധിച്ച പരാതിയുള്ള 115 പേരും പിടിയിലായവരിൽ ഉൾപ്പെടും. താമസാനുമതി നിയമലംഘനത്തിന് 47 പേരും, രാജ്യത്ത് നുഴഞ്ഞുകയറിയ 27 പേരും, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 2 പേരും, അനാശാസ്യവൃത്തിയിലേർപ്പെട്ട 36 പേരും പിടിയിലായി. തിരിച്ചറിയൽ രേഖകളൊന്നും കൈവശമില്ലാത്തവരാണ് 504 പേർ. രേഖകളില്ലാത്ത 5 വാഹനങ്ങളും പോലീസ് പിടികൂടി. പിടിക്കപ്പെട്ടവരിൽ രേഖകൾ ഹാജരാക്കിയവരെ പിന്നീട് വിട്ടയച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ രാജ്യം തിരിച്ചുള്ള കണക്ക് ലഭ്യമല്ലെങ്കിലും 1053 വിദേശികളെ ഉടൻ നാടുകടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ആഴ്ചകൾക്ക് മുമ്പ് ജലീബിൽ നടന്ന സമാന രീതിയിലുള്ള പരിശോധനയിൽ 3000-ഓളം വിദേശികളെ പിടികൂടിയിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.